അല്ല അളിയ ഞാനിപ്പോ അവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. പോരാത്തിന് അളിയ അവിടെ ബിസി അല്ലേ. അളിയന് വേറെ എത്ര 100 കൂട്ടം കാര്യങ്ങളില്ല നോക്കാൻ. ഞാൻ വരണോ? അല്ല അല്ല അളിയ ഞാൻ അളിയ 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 ഫോൺ വെക്കല അളിയ അളിയ കട്ടയ്ക്ക് ഒരു കാര്യം ഫുള്ള് സംസാരിക്കാൻ പറ്റില്ലല്ലോ. മകളെ വിഷ്ണു എന്ത് പറഞ്ഞു? സിദ്ധു എന്ത് പറഞ്ഞു? അപ്പൊ അച്ഛൻ തന്നെ പറഞ്ഞത് പോയി പണിയെടുക്കാൻ, എത്ര പെട്ടെന്ന് റെഡി ആയിട്ട് അങ്ങോട്ട് വരാൻ. അപ്പൊ ഈ ഫുഡിന്റെ താമസ സൗകര്യത്തിന്റെ കാര്യം എന്ത് പറഞ്ഞു പോലെ? അത് സിദ്ധുവിന്റെ ഫ്ലാറ്റിൽ പോയി താമസിച്ചോളാം, ഒരു കുഴപ്പമില്ലെന്ന്. താനി തങ്കം 2022 ഇങ്ങനെ പയ്യൻ പറയണോ നീലു? അല്ല, സിദ്ധു എന്നെ വിളിച്ചപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു ചേട്ടനെ കൂടെ സിദ്ധുവിന്റെ ഫ്ലാറ്റിൽ സ്റ്റേ ചെയ്യാം. പക്ഷെ ഇത്ര പെട്ടെന്ന് സിദ്ധു വില്ലിങ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. ഞാൻ ഇത്ര നേരം ടെൻഷൻ അടിച്ചത് ഫുഡ് താമസം ഇതെങ്ങനെയെന്നുള്ളത് ഓർത്തിട്ടായിരുന്നു. ഇനി എനിക്ക് പ്രശ്നമില്ല, മോൻ പോയിട്ടോ. അമ്മ ഈ ഫുഡ് താമസം ഇവിടെ നടക്കുമല്ലോ അമ്മ, ഞാൻ പോണമ്മ. എന്റെ ആവശ്യമുണ്ടോ? എന്തിനമ്മ ഇപ്പൊ പെട്ടെന്ന് ഗൾഫും കാര്യങ്ങളൊക്കെ? ചെറുക്ക ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 10 രൂപ ശമ്പളം കിട്ടുവാടാ. എനിക്ക് അവിടെ പോയാൽ ശമ്പളമൊക്കെ കിട്ടും. നീ ഒരു കാര്യം ചെയ്യും, നീ വിസ പെട്ടെന്ന് റെഡിയാവും, നീ കയറി പോകാൻ നോക്ക്. അമ്മ വേറെ ആരുടെ അടുത്തും അല്ലല്ലോ മോനെ, സിദ്ധുവിന്റെ അടുത്തല്ലേ, മോന്റെ അളിയനല്ലേ, മോൻ പോയിട്ടുവാ. എന്നാലും വേണ്ട. അത് കുഴപ്പമില്ല. ചേട്ടൻ കൂടുതൽ ചിന്തിച്ച് കൊളമാക്കണ്ട. ചേട്ടൻ നല്ലതിന് വേണ്ടിട്ടല്ല പറയണേ, അല്ല അച്ഛാ? പിന്നെ അല്ലാതെ മകളെ മക്കൾ റൂമിൽ പോയി ആലോചിക്ക്, നന്നായിട്ട് ആലോചിക്ക്. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് പോകണോ പിന്നെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോകണമെന്ന് ആലോചിക്കണം. തിരുവനന്തപുരത്ത് നിന്ന് പോയാൽ നെയ്യാറ്റിക്കര പോയി അപ്പൂപ്പനെ അമ്മൂമ്മയും കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് പോവാം. പിന്നെ നമ്മളെ അമരവള കുഞ്ഞമ്മയില്ലേ, അപ്പോൾ കുഞ്ഞമ്മയും കൂടെ എയർപോർട്ടിൽ വരും. പിന്നെ പോവാറുള്ള കൊച്ചച്ഛനും കൂടെ എയർപോർട്ടിൽ വരും. അപ്പോൾ അല്ല തിരുവനന്തപുരത്ത് നിന്ന് പോയാൽ മതി. പടവലത്തുണ്ട് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ. നെടുമ്പാശ്ശേരി നിന്നാണെങ്കിൽ പാഴൂരുള്ള കുഞ്ഞമ്മയും പടമുകളുള്ള ചിറ്റപ്പനും എയർപോർട്ടിൽ ചെന്നോളും. ഈ പടവലത്ത് എയർപോർട്ട് ഇല്ലല്ലേ? അയ്യോ, നെയ്യാറ്റിക്കര ഉണ്ടല്ലോ, നീണ്ട് കിടക്കണ എയർപോർട്ട്. നെയ്യാറ്റിക്കര ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി നെയ്യാറ്റിക്കര ഉണ്ടാക്കി എയർപോർട്ട് ഉണ്ടാക്കി തന്നെ പോകണം. നിങ്ങൾ വാക്കുകൊണ്ട് വേണേ കൊട്ടാരം വരെ ഉണ്ടാക്കിക്കളെ. എടി നോക്കി എന്റെ ചെറുക്കൻ തിരുവനന്തപുരത്ത് പോകുള്ളൂ. തിരുവനന്തപുരത്ത് മക്കളും ഇല്ല നീ പോണെങ്കിൽ ഇവിടെ നെടുമ്പാശ്ശേരി. എന്റെ ചെറുക്കൻ പൊങ്ങുമെങ്കിൽ അത് തിരുവനന്തപുരത്ത് നിന്നേ പൊങ്ങു. എന്റെ മോൻ പൊങ്ങുമെങ്കിൽ ഇവിടെ എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പോകും. കാണാം എവിടെ നിന്ന് പോകുന്ന കാണും, നിങ്ങൾ കാണും. ഇവൻ ഇവിടെ എയർപോർട്ടിൽ നിന്ന്, ഇവിടത്തെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പൊങ്ങണത് നിങ്ങൾ അവിടെ തിരുവനന്തപുരത്ത് പോകണത്. നീ ഇവിടെ എവിടുന്ന് പോകിയാൽ ആളവിടെ എത്തണം, എനിക്ക് അത്ര പറയാനുള്ളൂ. കുറെ നേരെ തുടങ്ങിയിട്ട് ആളെവിടെ എത്തണം, അത്രേ ഉള്ളൂ. എവിടെ പോകിയാൽ കൊണ്ട് വിറ്റാൻ അടിക്കാൻ കമ്പടുത്ത് വിളിച്ചു. അയ്യോ ഇതെന്ത് നീ കാണിക്കണേ? എല്ലാം ഒതുക്കി വെച്ചേക്കുന്ന സാധനമാണ്, എടുത്ത് താഴെ ഇട്ടാ. പിന്നെ ഞാൻ ബാഗ് തപ്പിയാണ്. അച്ഛനെന്തിനാ ബാഗ്? ചെറുക്കന് ഗൾഫിൽ പോകാൻ സാധനങ്ങൾ കൊണ്ടുപോണ്ടേ? പെട്ടിയാ? അതിന് ഞാൻ പഴയ തുണിയൊക്കെ നിറച്ചിട്ട് മോളിൽ കൊണ്ടുവച്ചല്ല. ഇവിടെ സ്ഥിര സ്വഭാവമാണ്. ഏത് പെട്ടിയിരുന്നാലും പഴയ തുണിയെല്ലാം ഇവിടെ ചുട്ടുകൂട്ടി അതിന്റെ അകത്ത് കൊണ്ടുപോയി. അതെ, ഇവിടെ 1-2 ആളല്ല, 7-8 പേരുണ്ട്. ഇവരെല്ലാവരും പഴയ തുണി ഞാൻ പിന്നെ എന്ത് ചെയ്യും? കൊണ്ട് പാറമട കൊണ്ട് കിട്ടി. ഞാൻ ഒരു കാര്യം പറയാം, ഇത് ഗൾഫുകാരുടെ വീടാണ്. ഈ പഴയ തുണികളോ പിന്നെ ആക്രി സാധനങ്ങളോ കുന്നുകൂടി കിടക്കാൻ പറ്റില്ല. വീട് നീറ്റായിരിക്കണം. എന്റെ പൊന്നോ, എന്താ അഭിമാനത്തോടെ പറഞ്ഞു നോക്കിക്കോ ഗൾഫുകാരന്റെ വീടെന്ന്. കഴിഞ്ഞ 40 വട്ടം ഗൾഫുകാരന്റെ ഭാര്യ എന്ന് പറഞ്ഞ കളിയാക്കി കൊണ്ടിരുന്ന ആളാ. അത് പിന്നെ നിറം മാറാൻ ഓന്തിനേക്കാൾ എളുപ്പം നിന്റെ അച്ഛൻ മാറും. ഓന്ത് നിന്റെ അച്ഛൻ കുട്ടമ്പിള്ള. പിന്നെ ഒരു കാര്യം, ഈ ഗൾഫിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞോണ്ടേ ആരെ മുടിയനെ, അപ്പോഴൊക്കെ അതിനുശേഷം നിന്റെ മുഖത്തൊരു അഹങ്കാരവും പിന്നെ ആ വാക്കിലൊക്കെ ഉണ്ട്. അതെന്ത് എന്തടേ? എല്ലാ കാലത്തും ഗൾഫിലുള്ളവർ ഇവിടെയുള്ള സ്വന്തക്കാരെ ബന്ധുക്കളെ കൊണ്ടുപോകും. അത് ഔദാര്യമല്ല, അവരുടെ സേവനമാണ്. സേവനം ആണോ? എന്നിട്ട് എന്തേ നെയ്യാറ്റിങ്കര ഉണ്ടല്ലോ കുറെ സേവിക്കുന്ന അളിയന്മാരും അച്ഛന്മാരൊക്കെ ഗൾഫില്. കൊളത്തറ ബാലേന്ദ്രൻ തമ്പി അവരെന്താ കൊണ്ടുപോകാഞ്ഞേ? മക്കളെല്ലാം കേൾക്കണോ? 1996 നമ്മൾ അമരവളമ്മ കുഞ്ഞമ്മേരെ ഭർത്താവ്, അതായത് എന്റെ കൊച്ചായി എന്നെ ദുബായി കൊണ്ടുപോകാൻ പോയതാണ്. എന്നിട്ടെന്താ അച്ഛൻ പോവാഞ്ഞേ? എന്റെ പൊന്നു മക്കളെ അതിന്റെ തള്ളയുടെ ചോദിച്ചു നോക്ക്. അയ്യോ പാവല്ലേ പാവല്ലേ എന്ന് പറഞ്ഞ് എന്റെ കാല് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഇവിടെ പൂങ്കണ്ണി കണ്ടാണ് ഞാൻ പോവാത്തത്. എനിക്ക് പറയുമ്പോൾ ജബ്ബാറുണ്ടല്ലോ, ഇന്ന് നെയ്യാറ്റിങ്കര ഹൈവേയുടെ സൈഡിൽ 30 സെന്റ് സ്ഥലവും നല്ലൊരു ബംഗ്ലാവും വെച്ച് സൂക്കായിട്ട് ജീവിക്കുന്നത്. അമ്മളിപ്പോഴും വാടക വീട്ടിൽ കിടക്കാണ്. എന്തായാലും മുടിയൻ ചേട്ടൻ കല്യാണം കഴിക്കാനും നന്നായി, അല്ലെങ്കിൽ പെണ്ണുമ്പോളുടെ കരച്ചിലും കണ്ട് വീട്ടിൽ തന്നെ കയറിയിരുന്നേനെ. അയ്യോ എന്റെ ദൈവം, ഈ കൊച്ചു പറയണ കേട്ടോ ബാലു. എന്റെ കരച്ചിൽ കണ്ടിട്ട് ബാലു ഇവിടെ തന്നെ നിന്നെന്ന്. അല്ല അവള് പറയും മക്കളത് ഒരു വിസയിലെ എടുത്ത് കൊടുത്തോളൂ. അവന് ഇത്ര അഹങ്കാരം എന്തിനു കാണിക്കണത്? പ്രശ്നം ഒന്നുമില്ല, ഒരു വിസയുടെ പേരുള്ള അഹങ്കാരടാ. മുടിയനെ കൊണ്ടാണ് വിസ എടുത്ത് കൊടുത്തില്ലേ, അതിന്റെ തളപ്പാണി കാണിക്കണത്.
ഒരു പകുതി ബിരിയാണി വാങ്ങി തന്നാ ഒരു ദിവസം ഫുള്ള് ഷോ ഇടുന്ന ആളാണ് ചേച്ചി. അപ്പൊ ഒരു വിസ വാങ്ങി കൊടുത്താൽ അവസരം ആലോചിച്ച് നോക്കിയേ. ആടി ഞാൻ അഹങ്കാരം കാണിക്കും. കാരണം ഇതെന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം തന്നെയാ. കൊച്ചേ ഒരുപാട് അങ്ങോട്ട് കയറിപ്പോവല്ലേ, കുറച്ച് താഴെ നിൽക്ക്, അടങ്ങടങ്ങ്. എന്റെ അമ്മ എന്നെ നന്നാക്കാൻ നോക്കാണ്ട് ആദ്യം ചേട്ടനെ പോയി ഉപദേശിക്കും. കുറെ നേരമായാലും മുറി കയറി പോയിട്ട് എന്തേ വന്നില്ല? അത് നീ സംസാരിക്കേണ്ട. അവൻ എൻ്റെ മോനാണ്, അവൻ പോകാൻ സമ്മതിക്കും ഇല്ലടേ. കൊച്ചേ ഈ വീടിനെ പറ്റിയും ഇവിടുത്തെ അവസ്ഥകളെ പറ്റിയും വേറെ ആർക്കും ബോധ്യമില്ലെങ്കിലും എൻ്റെ കൊച്ചിന് നല്ല ബോധ്യമുണ്ട്. അമ്മ ഈ വീടിനെ കുറിച്ച് കുറച്ച് ബോധമുള്ള കൂട്ടത്തിലാണ് ഞങ്ങളും പോയി മുടിച്ചേട്ടൻ സംസാരിച്ചിട്ടുണ്ട്. വഴി ഹലോ, നേരത്തെ പറഞ്ഞതിന്റെ ഉത്തരം എനിക്ക് തരണം. ഏതാണ്? വീടിനെ പറ്റി ആർക്കും ബോധ്യമില്ല എന്ന് പറയുന്നത് എന്നെ പറ്റി നീ പറഞ്ഞല്ലേ? അങ്ങനെ തോന്നിയോ? തോന്നടി? അങ്ങനെ തോന്നിയോ? തോന്നടി. അപ്പൊ ശരിയായിരിക്കും. നിങ്ങളെ ഇതെല്ലാം മോളി പെട്ടെന്ന് എടുത്ത് വെക്കണേ.